തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. KP ശശികല ടീച്ചർ സത്താർ ദ്വീപ് സമരവേദി സന്ദർശിച്ചു. വാഹനങ്ങൾ കയറുന്ന പാലം, സഞ്ചാരയോഗ്യമായ റോഡ്, സംരക്ഷണ ഭിത്തി എന്നീ അടിസ്ഥാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ദ്വീപ് നിവാസികൾ തുടരുന്ന അനിശ്ചിതകാല അതിജീവന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യ രക്ഷാധികാരി ശ്രീമതി KP ശശികല ടീച്ചർ ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് സമരപ്പന്തൽ സന്ദർശിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സാബു ശാന്തി, ജില്ലാ സെക്രട്ടറി പ്രകാശൻ തുടങ്ങിയ നിരവധി നേതാക്കൾ അനുഗമിച്ചു. സമരസമിതി കൺവീനർ PS സജീവ് സ്വാഗതം ആശംസിച്ചു. ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ സാങ്കേതികമായ തടസ്സങ്ങൾ മറികടന്ന് ജനങ്ങളുടെ അതിജീവന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആർജവം കാണിക്കണമെന്ന് ശശികല ടീച്ചർ അഭിപ്രായപ്പെട്ടു. വിധമായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തി ആരും തിരിഞ്ഞു നോക്കപ്പെടാത്ത ഒരവസ്ഥയിൽ വളരെ നിസ്സഹായരായി ഒരു ജനത ഈ ചെറിയ പന്തൽ ഇവിടെ വെച്ച് കെട്ടി ഞങ്ങളുടെ ന്യായവും നീതിപൂർവമായ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി അതിന് എത്ര മാസങ്ങൾ എത്ര വർഷങ്ങൾ നീണ്ടുപോയാൽ തന്നെയും നിലവിലുള്ള പാലം പുതുക്കി പണിയുന്നതിനും കായലിന് സംരക്ഷണ ഭിത്തി കെട്ടുന്നതിനും സാങ്കേതികമായ തടസ്സങ്ങൾ ഇല്ലാത്തതിനാൽ എത്രയും വേഗം അത് സാധ്യമാക്കണം. ജീർണിച്ച പാലം തകർന്ന ഒരു ദുരന്തമുണ്ടാക്കാൻ കാത്തിരിക്കരുത്. ദ്വീപിലെ ജനങ്ങളുടെ അവസ്ഥ അതികഠിനമാണ്. വേലിയേറ്റത്തിൽ രാത്രികാലങ്ങളിൽ വീടിനുള്ളിൽ വെള്ളം കയറുന്നത് ഭീതി ഉളവാക്കുന്നു. സമരപ്പന്തലിൽ പോലും വെള്ളം കയറുന്നതിനാൽ വൃദ്ധജനങ്ങൾ ഉൾപ്പെടെയുള്ള സമരക്കാർ മുട്ടോളം വെള്ളത്തിലിരുന്നാണ് സമരം ചെയ്യുന്നത്. അതിന് നേരെ അധികാരികൾ കണ്ണു തുറക്കണമെന്നും ആവശ്യപ്പെട്ടു. വളരെയേറെ വിനോദസഞ്ചാര വികസന സാധ്യതകളുള്ള സത്താർ ദ്വീപിന്റെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ കേന്ദ്ര സർക്കാർ തലത്തിൽ സാധ്യമായ പരിഹാര നിവൃത്തിക്കായി സമ്മർദ്ദം ചെലുത്തണമെന്നും ശശികല ടീച്ചർ ജനങ്ങൾക്ക് ഉറപ്പ് നൽകി. അനിശ്ചിതകാല സമരത്തിന് തുടർന്നും ഹിന്ദു ഐക്യവേദിയുടെ ആത്മാർത്ഥമായ പിന്തുണ ഉണ്ടാകണമെന്ന് അറിയിച്ചു. തുടർന്ന് ഷൈജു PA നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പറവൂർ.